യുവാവുമായുള്ള സൗഹൃദത്തിൽ ചതിക്കപ്പെട്ട് ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമാകേണ്ടി വന്ന യുവതി. കേസിൽ പിടിക്കപ്പെട്ടതോടെ സംഘവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിച്ച സ്ത്രീ. പക്ഷേ ലഹരി മാഫിയ സംഘം യുവതിയെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടുകയാണ്. കോഴിക്കോട് ചക്കുംകടവ് ചെന്നാലേരി പറമ്പിൽ സലീം എന്ന വെമ്പിളി സലീമാണ് യുവതിക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തിയത്. ഒളവണ്ണ കള്ളിക്കുന്നിൽ യുവതി ബസ് കാത്തുനിൽക്കെ രാവിലെ 6:30 പ്രതി കത്തിയുമായി മുന്നിലേക്ക് ചാടിയത്. കൊല്ലുമെന്ന് ആക്രോശിച്ച് പലതവണ കുത്തി. നാട്ടുകാർ ഓടിക്കൂടിയതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്നാലെ പോയി പിടികൂടുകയായിരുന്നു. കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് വരികയായിരുന്നു. ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവുമായിരുന്നു. അവന് ബസ്സിനെ കാത്തു നിൽക്കുന്ന സമയത്ത് അവന് ഒരു കടയുടെ ബാക്കിൽ നിന്ന് ചാടി വന്ന് കത്തിയോണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നാട്ടുകാരെല്ലാവരും കൂടെ എറിഞ്ഞ് വീഴ്ത്തി എന്നെ രക്ഷപ്പെടുത്തിയതാണ്. എത്ര തവണ? ഒരുപാട് തവണ കുത്തിയിട്ടുണ്ട്. വയറ്റിൽ കുത്തിയിട്ടുണ്ട്, കൈക്ക് ഫുള്ള്, തലയിൽ, ചെവിയുടെ ബാക്കിൽ എല്ലാം കുത്തിയിട്ടുണ്ട്. ഇത് ആദ്യമല്ല യുവതിക്ക് നേരെ സലീമിന്റെ ആക്രമണമുണ്ടാകുന്നത്. ജീവന് ഭീഷണിയുണ്ടെന്ന് പലതവണ പോലീസിൽ പരാതിപ്പെട്ടതുമാണ്. ഏറ്റവും ഒടുവിൽ പുതിയ ഭീഷണി സന്ദേശമെത്തി. സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കില്ല. സഹോദരിയുടെ മകനെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കും. യുവതിയെ കൊലപ്പെടുത്തുമെന്നും ഭീഷണി. തരാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ ഇത് നിൽക്കുന്ന കറക്റ്റ് നിൽക്കുന്ന റൂമിന്റെ മുമ്പിൽ വന്ന് തട്ടി വിളിക്കാതെ ലൊക്കേഷൻ ടൈം ഉണ്ട്. ഞാൻ വിചാരിച്ച പറഞ്ഞേക്കാം. അപ്പൊ എനിക്കല്ല വേണ്ട. നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾ കുടുംബത്തിൽ എല്ലാത്തിലും വേദനിച്ചുണ്ടെങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് ഇവന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നു. ഒരുപാട് തവണ പലവർക്കും ഞാൻ പരാതി കൊടുത്തു. ഒന്നിനൊരു റെസ്പോൺസും ഇല്ല. ഞങ്ങൾ സ്റ്റേഷൻ പരിധി കൊടുത്തിട്ടുണ്ട്, കമ്മീഷണർ സാറിന് കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. നല്ലോണം സ്റ്റേഷനിൽ അവരെന്താ പറയുന്നത്? പോലീസ് അവനെ ഞാൻ പിടിച്ചു കൊടുക്കുക, അവൻ്റെ നമ്പർ കൊടുക്കുക, അവൻ്റെ വീട് എവിടെയെന്ന് ഒക്കെ എന്നോട് വിളിച്ച് ചോദിക്കും. ഒരു ബന്ധമില്ലാത്ത ആള് നമ്പർ അഡ്രസ്സ് ഞാൻ എവിടുന്ന് പറഞ്ഞു കൊടുക്കാനാ? യുവതിയെ ആക്രമിച്ച കേസിൽ സലീം ഇപ്പോൾ റിമാൻഡിലാണ്. പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ തന്നെ കൊലപ്പെടുത്തുമെന്ന ഭീതിയിലാണ് യുവതി ഇപ്പോൾ. അവൻ ജാമ്യത്തിലിറങ്ങി എന്നെ കൊല്ലും, അത് ഉറപ്പായിട്ട് കൊല്ലും. നമ്മുടെ നിയമ സംവിധാനത്തിന് പൗരന് സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യമൊരുക്കാനുള്ള ബാധ്യതയുണ്ടെന്നിരിക്കെയാണ് ഒരു യുവതി തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത്. ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്ന ഭയത്താൽ കഴിയേണ്ടി വരുന്നത്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.